മധുര പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാകുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രജന്റും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാന്തരം ഒരു സ്വാദൂറുന്ന ജിലേബിയുടെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കഥ തുടങ്ങുന്നത് ഇവിടൊന്നുമല്ല, അങ്ങ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ നിന്നാണ്. ഹലോ പ്രജിനാൻ പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലാണ്. നമുക്ക് നല്ല ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ പ്രവിത. ഇതപ്പോൾ ഷോപ്പിംഗ് മാത്രമല്ല, നമുക്കിവിടെ നല്ല ഭക്ഷണവും കിട്ടും. അങ്ങനെയുള്ളൊരിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടെ ഒരു കടയുണ്ട്, ഒരു ജിലേബി വാല എന്നാണ് പേര്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മൾ തേടി വന്ന ജിലേബി കട. നല്ല ജിലേബി ഇങ്ങനെ നെയ്യിൽ വറുത്ത് കോരി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല സ്വാദൂർന്ന ജിലേബിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചെന്ന മധുര പലഹാര കടകളിൽ ഒന്നാണ് ഈ കാണുന്ന ജിലേബി വാല. 1884 മുതൽ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. നല്ല നെയ്യിൽ വറുത്തെടുക്കുന്ന ജിലേബി, ഒരല്പനേരം പഞ്ചസാര പാനിയിൽ, ചൂട് ജിലേബിയിൽ ഒരല്പം റബഡി കൂടി ചേർത്ത കോമ്പിനേഷനാണ് ഇവിടത്തെ താരം. പാലിൽ ബദാമും കശുവണ്ടിയും ഒക്കെ ചേർത്ത പ്രത്യേകതരം കൂട്ടാണ് ഈ റബ്ഡി. ഡൽഹിയിലെ ശൈത്യകാലങ്ങളിലാണ് ചൂട് ജിലേബി കോമ്പിനേഷന് ആരാധകർ ഏറെ. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനം. ഇനി ആര് വരികയാണെങ്കിലും ഈ കടയിൽ വന്ന് വാങ്ങിയാൽ നല്ല ടേസ്റ്റിയാണ്. വളരെ നല്ലതാണ്, വളരെ നല്ല സാധനമാണ്. ജിലേബി ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നമ്മളുടെ അവിടെ കിട്ടാത്ത ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ ജിലേബി. ഇവിടെ വരുന്ന എല്ലാവരും ഇത് കഴിക്കേണ്ട ഒരു ആഹാരം തന്നെയാണ്. എന്താണ് ഈ ജിലേബിക്ക് പിന്നിലെ രഹസ്യമെന്ന് ചോദിച്ചാൽ ഉടമയായ കലേഷ് ജെയിനിന്റെ മറുപടി ദാ ഇങ്ങനെ. People like it. It is made from fresh maida. Who's your famous customer? Many, so many. അടൽ ബിഹാരി വാജ്പേയിക്കും സഞ്ജയ് ഗാന്ധിക്കും രാജ് കപൂറിനുമൊക്കെ ജിലേബി വിളമ്പിയ പാരമ്പര്യവുമുണ്ടത്രേ ഡൽഹിയിലെ ഈ ജിലേബി വാലയ്ക്ക്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവർത്തന സമയം. നല്ല ചൂട് ജിലേബിയും സ്വാദൂർന്ന റബഡിയും ഉണ്ട്. ഈ റബഡിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പം അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ. സംഗതി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പൊ ഡൽഹിയിലെത്തുന്നവർ ഈ ജിലേബി വാല കടയിലെത്തി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻ കുമാറിനൊപ്പം വിനീത വിജി, 24. അപ്പോൾ ജിലേബി കഴിക്കുന്നത് കാണിച്ച് കൊതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ബൽറാമിന് ഒരു പാഴ്സൽ വാങ്ങി കൊടുത്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദിക്കാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ട്. നിങ്ങൾ എന്താ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ കമന്റ്സ് വായിക്കാത്തത് എന്ന് ചോദിച്ച് നമ്മളോട് ചിലരൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. സിന്ധു പറയുന്നു, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കില്ല, കുറെ ദിവസമായി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ വായിക്കുന്നില്ല എന്ന്. രേണുക സുബ്രൻ പറയുന്നു, പ്രജിൻ, വിനീത വിജിയുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന് ഒന്ന് പറയൂ, ഒന്ന് മെടഞ്ഞിട്ട് വാർത്ത വായിക്കാൻ പറയുമോ, നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പേര് വെച്ചിട്ടുണ്ട് വിനീത വിജിക്ക്, അത് പറയട്ടെ. വിനീത വിജിയെ വിളിച്ചിരിക്കുന്നത് രേണുക സുബ്രൻ അരിക്കൊമ്പി എന്നാണ്. അരിക്കൊമ്പന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ശേഷം അങ്ങനെയാണ്. ഓക്കെ.